പ്രിയമുള്ള കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിന് മുമ്പ് തന്നെ കഅബ ഷരീഫ് പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് രാജാവും സംഘവും വന്നിരുന്നു. അസ്ഹാബുൽ ഫീൽ എന്നാണ് ഖുർആൻ തന്നെ ഇവരെ വിശേഷിപ്പിക്കുന്നത്. ആനസംഘം. കുറച്ച് ആനകളുമായാണ് വലിയ സംഘമായി ഇവർ വരുന്നത്. അബിസീനിയ ചക്രവർത്തിയുടെ കീഴിൽ അബ്രഹത്ത് എന്നു പേരുള്ള ഒരു രാജാവ് യമൻ ഭരിച്ചിരുന്നു. ഇവരെല്ലാം ക്രിസ്ത്യാനികളായിരുന്നു. അബിസീനിയ ചക്രവർത്തിയുടെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടി യമനിലെ സ്വൻആ എന്ന സ്ഥലത്ത് അബ്രഹത്ത് രാജാവ് ഒരു വമ്പിച്ച ക്രിസ്തീയ ദേവാലയം നിർമ്മിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് വരുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ ഇതൊക്കെ നിർത്തലാക്കിക്കൊണ്ട് ഈ ക്രിസ്തീയ ദേവാലയത്തിലേക്ക് ജനങ്ങൾ അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഇദ്ദേഹം ഈ അബ്രഹത്ത് ഈ ദേവാലയം നിർമ്മിക്കുന്നത്. എന്നാൽ ഇതിൽ ദേഷ്യം പൂണ്ട ഒരു അറബി ഈ ക്രിസ്തീയ ദേവാലയത്തിൽ കയറി മലവിസർജനം നടത്തി എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ അബ്രഹത്ത് ഖുറൈശികളുടെ കഅബ ഷരീഫ് പൊളിച്ചു കളയുമെന്ന് ശപഥം ചെയ്യുകയാണ്. അങ്ങനെ ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി വലിയ സംഘങ്ങളായി സൈന്യമായി ആനകളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അദ്ദേഹം മക്കയിലേക്ക് കഅബ ഷരീഫ് പൊളിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഈ സംഘത്തിന് ആനപ്പട്ടാളം അല്ലെങ്കിൽ ഈ സംഭവത്തിന് ആനക്കലഹം എന്നൊക്കെ പേര് പറയുന്നത്. അങ്ങനെ അബ്രഹത്തും സൈന്യവും മുന്നോട്ട് നീങ്ങി വഴിയിൽ വെച്ച് ചില അറബി ഗോത്രങ്ങളുമായി ഏറ്റുമുട്ടുന്നുണ്ട്. അവരെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് അബ്രഹത്തും സംഘവും മുന്നോട്ട് തന്നെ നീങ്ങുകയാണ്. അങ്ങനെ മക്കയോടടുത്ത മുഹമ്മസ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ധാരാളം ഒട്ടകങ്ങളെ കാണുകയാണ്. മേഞ്ഞു തിന്നുന്ന ഒട്ടകങ്ങളെ കണ്ടു. ആ സമയത്ത് ഇതൊക്കെ ഖുറൈശികളുടേതായിരുന്നു. ആ സമയത്ത് ഈ അബ്രഹത്ത് രാജാവ് തൻ്റെ പ്രജകളോട്, അനുയായികളോട് ഈ മുഴുവൻ ഒട്ടകങ്ങളെയും കൊള്ളയടിക്കാൻ പറഞ്ഞു. അതിനെ എല്ലാവരും പറഞ്ഞതനുസരിച്ച് അബ്രഹത്തിൻ്റെ സൈന്യം മുഴുവൻ ഒട്ടകങ്ങളെയും കൊള്ളയടിച്ചു കൊണ്ടുവന്നു. ഇവർ കൊള്ളയടിച്ചു കൊണ്ടുവന്ന ഒട്ടകങ്ങളിൽ നിന്ന് 200 ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബിൻ്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു. ഈ അബ്രഹത്ത് രാജാവ് മക്കയിലേക്ക് ഖുറൈശി നേതാക്കളോട് സംസാരിക്കാൻ ഹുനാത്വത്തുൽ ഹിമ്യരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽപ്പെട്ട ഒരാളെ അയക്കുകയാണ്. അങ്ങനെ അദ്ദേഹം മക്കയിലെ ഖുറൈശി നേതാക്കളോട് പോയിട്ട് പറഞ്ഞു, അബ്രഹത്തും സംഘവും ഞങ്ങൾ വരുന്നുണ്ട്. മക്കയിലെ കഅബ പൊളിക്കാനാണ് വരുന്നത്, യുദ്ധം ചെയ്യാനല്ല. നേരെ മറിച്ച് കഅബ പൊളിക്കുന്നതിന് ആരെങ്കിലും തടസ്സം നിന്നാൽ മാത്രമാണ് യുദ്ധം ഉണ്ടാവുക എന്ന് ഖുറൈശി നേതാക്കൾ അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല തിരിച്ച് ഹുനാത്ത അബ്രഹത്തിൻ്റെ അടുക്കലേക്ക് പോരുമ്പോൾ ഖുറൈശി നേതാക്കളെ കൂട്ടിക്കൊണ്ടുപോകാൻ കൂടി കൽപ്പന ഉണ്ടായതുകൊണ്ട് ഖുറൈശികളുടെ നേതാവും കഅബയുടെ മേൽനോട്ടക്കാരനുമായ അബ്ദുൽ മുത്തലിബിനെ കൂട്ടി ഇദ്ദേഹം ഈ ഹുനാത്ത എന്ന് പറയുന്ന വ്യക്തി അബ്രഹത്തിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. അബ്രഹത്ത് രാജാവ് അബ്ദുൽ മുത്തലിബിനെ കണ്ട സമയത്ത് വലിയ ബഹുമാനം നൽകുകയും അതുപോലെ തന്നെ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് താഴെ വിരിച്ച പരവതാനിയിൽ അബ്ദുൽ മുത്തലിബിനെയും ഇരുത്തി അദ്ദേഹത്തിൻ്റെ കൂടെ രാജാവ് അബ്രഹത്തും ഇരുന്നു. എന്നിട്ട് പരിഭാഷകൻ മുഖേന കാര്യങ്ങളൊക്കെ അബ്ദുൽ മുത്തലിബിനെ ധരിപ്പിച്ചു. അതിനുശേഷം അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു, ഞങ്ങൾ കഅബ പൊളിക്കാൻ വന്നവരാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, എൻ്റെ 200 ഒട്ടകങ്ങൾ നിങ്ങളുടെ ആളുകൾ കൊള്ളയടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ആ ഒട്ടകങ്ങളെ നിങ്ങൾ എനിക്ക് തിരികെ നൽകണമെന്ന് അബ്ദുൽ മുത്തലിബ് ഇവരോട് ആവശ്യപ്പെട്ടു. ആ സമയത്ത് രാജാവ് പരിഹാസരൂപത്തിൽ പറഞ്ഞു, നിങ്ങളെ കണ്ടപ്പോൾ വലിയ മതിപ്പുണ്ടായിരുന്നു എനിക്ക്. എന്നാൽ നിങ്ങളുമായി സംസാരിച്ച സമയത്ത് എനിക്ക് നിങ്ങളോടുള്ള മതിപ്പുകളൊക്കെ നഷ്ടപ്പെട്ടു. കാരണം നിങ്ങളുടെയും നിങ്ങളുടെ പൂർവികന്മാരുടെയും നിങ്ങളുടെ മതത്തിൻ്റെ കേന്ദ്രമായ കഅബയാണ് ഞാൻ പൊളിക്കാൻ വന്നത്. ആ കഅബ ഷരീഫ് പൊളിക്കുന്നത് പറഞ്ഞപ്പോൾ നിങ്ങൾക്കതുമായി ബന്ധപ്പെട്ട് ഒന്നും സംസാരിക്കാനില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഒട്ടകത്തിൻ്റെ കാര്യം മാത്രമാണ് സംസാരിക്കാനുള്ളത് എന്ന് ഈ അബ്രഹത്ത് രാജാവ് പറഞ്ഞ സമയത്ത് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് പറയുകയാണ്, ഒട്ടകത്തിൻ്റെ ഉടമ ഞാനാണ്, അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കാണ്. അതുകൊണ്ട് ഒട്ടകം നിങ്ങൾ എനിക്ക് തരൂ. കഅബ ഷരീഫിന് ഒരു ഉടമയുണ്ട്, ഒരു റബ്ബുണ്ട്, അത് അള്ളാഹുവാണ്. ആ അള്ളാഹു കഅബ ഷരീഫിനെ സംരക്ഷിക്കും എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു എന്ന് അബ്ദുൽ മുത്തലിബ് വളരെ ശക്തമായ ഭാഷയിൽ ഇവരോട് പറഞ്ഞപ്പോൾ രാജാവ് പറയുകയാണ്, അപ്പോൾ എന്നെ തടയാൻ ഇവിടെ ആരുമില്ല അല്ലേ എന്ന്. ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് അവരോട് പറഞ്ഞു, എന്നാൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന് പറയുകയും അങ്ങനെ രാജാവ് അബ്ദുൽ മുത്തലിബിൻ്റെ 200 ഒട്ടകത്തെ തിരിച്ച് നൽകുകയും ചെയ്തു. അതിനുശേഷം അബ്ദുൽ മുത്തലിബ് നേരെ മക്കയിലേക്ക് മടങ്ങി മക്കയിലുള്ള മുഴുവൻ ആളുകളോടും വല്ല പർവ്വതത്തിൻ്റെ മുകളിലും അഭയം പ്രാപിക്കാൻ വേണ്ടി പറഞ്ഞു. കാരണം ഇങ്ങനെ ഒരു സൈന്യം വരുന്ന കാര്യം അവരോട് ഓർമ്മപ്പെടുത്തി. അതിനുശേഷം ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് കഅബ ഷരീഫിൻ്റെ ഭാഗത്ത് പോയി, കഅബ ഷരീഫിൻ്റെ തൊട്ടടുത്ത് പോയി ശക്തമായ ഭാഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്.
അള്ളാഹുവിനോട് ഈ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അത് കഴിഞ്ഞതിന് ശേഷം ഈ സൈന്യം മുന്നിൽ ആനയുമായി മക്കയുടെ നേരെ നീങ്ങാൻ തുടങ്ങി. ആ സമയത്ത് പെട്ടെന്ന് ആന ചലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആന മുട്ടുകുത്തുകയാണ്. വളരെ കഷ്ടപ്പെട്ട് പരിശ്രമിച്ചിട്ടും ആന ഒരടി മുന്നോട്ട് വെക്കുന്നില്ല. മറ്റേത് ഭാഗത്തേക്ക് തിരിച്ചാലും ആന ഉഷാറായി നടക്കുന്നുണ്ട്. പക്ഷേ കഅബ ഷരീഫിൻ്റെ ഭാഗത്തേക്ക് മാത്രം ആന നടക്കുന്നില്ല. ഇങ്ങനെ ആയപ്പോൾ ആനയുമായി ഇങ്ങനെ കെട്ടിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കടലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തരം പക്ഷികൾ കൂട്ടം കൂട്ടമായി വരുന്നത് കാണുന്നത്. അവയുടെ കൊക്കകളിലും കാലുകളിലും ഓരോ കല്ലുകൾ വീതമുണ്ട്. അവ അബ്രഹത്ത് രാജാവിൻ്റെ സൈന്യത്തിൻ്റെ മുകളിൽ വട്ടമിട്ട് പറക്കുകയും അവകൾ വഹിച്ചിരുന്ന കല്ലുകൾ സൈന്യത്തിൻ്റെ മുകളിലേക്ക് വർഷിക്കുകയും ചെയ്തു. ഇതൊരു വലിയ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ ഒരു അദാബായിരുന്നു, ശിക്ഷയായിരുന്നു. അങ്ങനെ അബ്രഹത്തും സൈന്യവും ആകെ നശിക്കുകയും അള്ളാഹുവിൻ്റെ കഅബ ഷരീഫിനെ അവൻ രക്ഷിക്കുകയും ചെയ്തു. ഈ സംഭവമാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ഓ നബിയെ, ഈ ആന സംഘത്തെ കൊണ്ട്, ആനപ്പട്ടാളത്തെ കൊണ്ട് അള്ളാഹു എന്താണ് പ്രവർത്തിച്ചത് എന്ന് നിങ്ങൾ കാണുന്നില്ലേ? അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അവരുടെ കുതന്ത്രം അവൻ നഷ്ടത്തിലാക്കിയില്ലേ? വാർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. അവരുടെ മേൽ അവൻ ഒരു തരം കൂട്ടമായ പക്ഷികളെ അയക്കുകയും ചെയ്തു. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ആ സൈന്യത്തെ ആ പക്ഷികൾ ചൂളവെച്ച കല്ലുകൊണ്ട് എറിയുകയും ചെയ്തിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. മാത്രമല്ല ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അങ്ങനെ അള്ളാഹു അവരെ ചവച്ച് തുപ്പിയ വൈക്കോൽ പോലെ ആക്കി തീർത്തു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇത് ക്രിസ്താബ്ദം 571 വർഷം ഏപ്രിൽ 2-ാം തീയതിയാണ് നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈ വർഷമാണ് ജനിക്കുന്നത്. അവിടുത്തെ വരവിൻ്റെ മുന്നോടിയായിരുന്നു ഈ സംഭവം. അതുമുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജറയുടെ വർഷം കണക്കാക്കപ്പെടുന്നത് വരെ ഈ ആനക്കലഹ സംഭവത്തിൻ്റെ വർഷമാണ് അറബികൾ ഉപയോഗിച്ചിരുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജറയുടെ വർഷം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് ഹിജറ വർഷമായിട്ട് അറബികൾ അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്ത് ഉപയോഗിച്ചു വന്നത്. എന്നാൽ അതിനു മുമ്പ് ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിൻ്റെ അതേ വർഷം നടന്ന ആനക്കലഹ വർഷമായിരുന്നു. ആനക്കലഹ വർഷത്തിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിലായിരുന്നു വർഷം ഉപയോഗിച്ചിരുന്നത് എന്ന് ചുരുക്കം.